നമസ്കാരം, എല്ലാവർക്കും വേ ടു സയൻസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫിഗർ നോക്കുക. അവിടെ ഒരു മോട്ടോർ അഴിച്ചു വെച്ചിട്ടുണ്ടല്ലേ. എന്നിട്ട് ആ ഒരു പയ്യൻ സംശയം ചോദിക്കുകയാണ്, ഈ മോട്ടോറിലും ഫാനുകളിലുമെല്ലാം ഇത്രയധികം കമ്പിച്ചുരുളുകൾ എന്തിനാണ് എന്നാണ് ആ പയ്യൻ്റെ സംശയം. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്, അവ കാന്തിക ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയധികം കമ്പിച്ചുരുളുകൾ ഫാനിലും മോട്ടറിലും ഒക്കെ ഘടിപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ കാന്തശക്തി വർദ്ധിപ്പിക്കാനാണ്. അത് എങ്ങനെയൊക്കെയാണ് എന്നറിയാനാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് ഫിഗറുകൾ കൊടുത്തിട്ടുണ്ട്, ഫിഗർ 2.1 ആൻഡ് ഫിഗർ 2.2. 2.1 കാണപ്പെടുന്ന ഫിഗർ ഉണ്ടല്ലോ, ആ മാഗ്നറ്റാണ് നമ്മൾ ലബോറട്ടറിയിലൊക്കെ ഉപയോഗിക്കുന്ന മാഗ്നറ്റാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ സൗത്തും നോർത്തും ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അതുമല്ലെങ്കിൽ ഒരു വൈറ്റ് ഡോട്ട് യൂസ് ചെയ്തിട്ട് നോർത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓപ്പോസിറ്റ് എൻഡ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സൗത്ത് പോളിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു മാഗ്നറ്റിന് നോർത്ത് പോളുമുണ്ട്, സൗത്ത് പോളുമുണ്ട്. നോർത്ത് പോള് മാഗ്നറ്റിൻ്റെ ഒരു വൈറ്റ് ഡോട്ട് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്ന എൻഡ് ആയിരിക്കും നോർത്ത് പോള്, അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന എൻഡ് ആയിരിക്കും സൗത്ത് പോള്. ഇനി അതിന് ചുറ്റിനും കുറച്ച് ഫീൽഡ് ലൈനുകൾ വരച്ച് കാണിച്ചിട്ടുണ്ട്. അതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ആരോ മാർക്ക് ശ്രദ്ധിച്ച് എവിടുന്നാണ് തുടങ്ങുന്നത്? നോർത്ത് എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗത്ത് എൻഡിൽ അവസാനിക്കുന്നു അല്ലേ. നോർത്ത് ടു സൗത്ത് ആണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്നപ്പോൾ നമുക്ക് മനസ്സിലായി. ഇനി ഫിഗർ 2.2 നോക്കുക. ഇവിടെ നമുക്ക് മാഗ്നറ്റ് ഒന്നും നേരെ കാണാൻ പറ്റുന്നൊന്നുമില്ല, പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാണാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? ഒരു പച്ച ഇരുമ്പ് കോറിന് ചുറ്റിനും നമ്മൾ കമ്പിച്ചുരുളുകൾ ഇങ്ങനെ ചുറ്റി 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 അടുത്തടുത്തായിട്ട് വെച്ചിട്ട് അതിലൂടെ കറണ്ട് കടത്തി വിട്ടു. അപ്പോൾ പച്ചിരുമ്പ് കോറിന് ചുറ്റിനും നമ്മൾ കമ്പിച്ചുരുളുകൾ ചുറ്റിയിട്ട് കറണ്ട് കടത്തി വിട്ടാലും അവിടെ എന്തുണ്ടാവുമെന്ന് മനസ്സിലായി? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമെന്ന് മനസ്സിലായി. അപ്പോൾ എല്ലാ കറണ്ട് ക്യാരിയും കണ്ടക്ടറിന് ചുറ്റിനും ആരുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും. എന്നാൽ ആദ്യത്തെ ഫിഗറിൽ നോക്കിയേ, അവിടെ ഇലക്ട്രിക് കറണ്ട് കാണിച്ചിട്ടുണ്ടോ? കറണ്ട് ഉണ്ടോ ആദ്യത്തെ ഫിഗറിൽ? ഇല്ല. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് ചുറ്റിനും കറണ്ട് ഉണ്ടാവണമെന്നില്ല, പക്ഷേ കറണ്ട് ക്യാരിയും കണ്ടക്ടറിന് ചുറ്റിനും എപ്പോഴും എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇവയെ എന്താണ് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റ്. ഇതിൻ്റെ സെൻറ്ററിൽ എന്താണുള്ളത്? സോഫ്റ്റ് അയൺ കോറാണ്. സോഫ്റ്റ് അയൺ കോറിലാണ് കമ്പിച്ചുരുളുകൾ ചുറ്റി വെച്ചിരിക്കുന്നത്. അതിലൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രത്യേകത ഒന്ന് നോക്കിയേ. അവ തങ്ങളിൽ കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ലല്ലേ. അവയ്ക്കിടയിൽ സെപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈന് വേറൊരു മാഗ്നറ്റിക് ഫീൽഡ് ലൈനെ ഒരിക്കലും എന്ത് ചെയ്യില്ല? ടച്ച് ചെയ്യുന്നില്ല. ഏതൊക്കെ ടൈപ്പ് മാഗ്നറ്റുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? യു ഷേപ്ഡ് മാഗ്നറ്റ് ഉണ്ട്, ബാർ മാഗ്നറ്റ്, റിംഗ് മാഗ്നറ്റ്, ഹോഴ്സ്ഷൂ മാഗ്നറ്റ് മുതലായ പലതരത്തിലുള്ള മാഗ്നറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ, ലൈക്ക് പോൾസ് എന്താ ചെയ്യുക? മാഗ്നറ്റിൻ്റെ റിപ്പൽ ചെയ്യും. അൺലൈക്ക് പോൾസ് ആണെങ്കിലോ അട്രാക്റ്റ് ചെയ്യും. അതായത് ഒരു സൗത്ത് പോളിൻ്റെ അടുത്തേക്ക് വേറൊരു മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഒട്ടിച്ചേർന്നിരിക്കുമോ? ഇല്ല. തങ്ങളിൽ അകന്നു പോകാനുള്ള ടെംപ്റ്റേഷൻ, തെന്നി മാറാനുള്ളൊരു ടെംപ്റ്റേഷനാണ് കാണിക്കുക. പക്ഷെ ഒരു നോർത്ത് പോളിൻ്റെ അടുത്ത് ഒരു സൗത്ത് പോളാണ് കൊണ്ടുവരുന്നതെങ്കിലോ തങ്ങളിൽ അട്രാക്റ്റ് ചെയ്യും. ഇപ്പോൾ അൺലൈക്ക് പോൾസ് ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും, ലൈക്ക് പോൾസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നോക്കുക, ഏതെല്ലാം കാന്തങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ബാർ മാഗ്നറ്റും ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റും ഉണ്ട്. ഇനി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഒരു കോമ്പസ് നീഡിൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മാഗ്നറ്റിക് കോമ്പസിൻ്റെ സഹായത്താൽ ഇത്തരം കാന്തങ്ങളുടെ ധ്രുവത കണ്ടെത്തുന്നത് എങ്ങനെയാണ്? മാഗ്നറ്റിൻ്റെ പോൾസ് എങ്ങനെ ഒരു കോമ്പസ് നീഡിൽ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോർമലി എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും ഈ കോമ്പസ് നീഡിൽ എപ്പോഴും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇനി നമ്മൾ പുറമേ ഒരു ബാർ മാഗ്നറ്റ് കൊണ്ടുവരികയാണെന്ന് കരുതുക. അതിൻ്റെ സൗത്ത് പോളാണ് നമ്മൾ ഈ മാഗ്നറ്റിക് നീഡിലിൻ്റെ അടുത്തേക്ക് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നീഡിലിൻ്റെ നോർത്ത് പോളായിരിക്കും ഈ ബാർ മാഗ്നറ്റിൻ്റെ സൗത്ത് പോളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുക. കോമ്പസ് നീഡിലിൻ്റെ നോർത്തും സൗത്തും ഒക്കെ നീഡിലിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നീഡിലിൻ്റെ നോർത്ത് പോളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ബാർ മാഗ്നറ്റിൻ്റെ സൗത്ത് പോളായിരിക്കും. സൗത്ത് പോളിൻ്റെ ഓപ്പോസിറ്റ് തന്നെ എന്തായിരിക്കും? നോർത്ത് പോളും ആയിരിക്കുമല്ലോ. അങ്ങനെ നമുക്ക് കോമ്പസ് നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു മാഗ്നറ്റിൻ്റെ പൊളാരിറ്റി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും.
ചിത്രത്തിൽ നൽകിയിരിക്കുന്ന കാന്തങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്നാണ് അടുത്ത ചോദ്യം. അതിന്റെ സമാനത എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാർ മാഗ്നറ്റിന്റെയും വൈദ്യുത കാന്തത്തിന്റെയും കാന്തിക മണ്ഡല രേഖകൾ സമാനമാണ്. രണ്ടും മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നത് കൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് രണ്ടിൻ്റെയും സെയിം ആയത്. ഇനി ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. ബാർ മാഗ്നറ്റിന് സ്ഥിരമായിട്ടുള്ള ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകും. ഇതിന്റെ പൊളാരിറ്റിക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല. സ്ഥിരമായിട്ടൊരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാകും. ഇലക്ട്രോ മാഗ്നറ്റിന്റെ കേസിലോ അതിന്റെ മാഗ്നറ്റിക് പൊളാരിറ്റിക്ക് വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് ഇലക്ട്രോ മാഗ്നറ്റിന്റെ പൊളാരിറ്റിക്കും വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സ്ട്രെങ്തിനും വ്യത്യാസം വരുന്നുണ്ട്. ഇവ സ്ഥിര കാന്തങ്ങളല്ല. ഇതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ടെമ്പററി മാത്രമാണ്. അപ്പോൾ വൈദ്യുത കാന്തത്തിന്റെ കാന്തശക്തി താൽക്കാലികമാണെന്ന് നമുക്ക് മനസ്സിലായി. ഒരു വൈദ്യുത കാന്തത്തിലെ ചാലക ചുരുളുകളിലൂടെയുള്ള വൈദ്യുത പ്രവാഹം മൂലമാണ് ചുരുളുകൾക്ക് ചുറ്റിനും കാന്തിക മണ്ഡലം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ഒരു നിവർന്ന ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റിനും എന്തുണ്ടാകാൻ സാധ്യതയുണ്ട്? കാന്തിക മണ്ഡലം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. ഇതിലേക്ക് ഈസ്റ്റഡ് എന്ന ശാസ്ത്രജ്ഞനെ നയിച്ച പരീക്ഷണത്തിന് സമാനമായ പരീക്ഷണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ആ സയന്റിസ്റ്റിനെ കുറിച്ചൊന്ന് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റഡ് വൈദ്യുത കാന്തിക ഫലത്തെക്കുറിച്ച് ഏറെ പരീക്ഷണങ്ങൾ നടത്തിയ പ്രസിദ്ധ ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിനടുത്തിരിക്കുന്ന കാന്തസൂചിക്ക് ഡിഫ്ലക്ഷൻ അഥവാ വിഭ്രംശം ഉണ്ടാകുമെന്ന് 1820 അദ്ദേഹം യാദൃശ്ചികമായി കണ്ടെത്തി. വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് ആദ്യമായി മനസ്സിലാക്കി. ഇന്ന് ഉപയോഗിക്കുന്ന റേഡിയോ, TV, ഫൈബർ ഓപ്റ്റിക്സ് തുടങ്ങിയ ടെക്നോളജികൾക്ക് തുടക്കമിട്ടത് അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളാണ്. കാന്തിക മണ്ഡലത്തിൻ്റെ തീവ്രതയുടെ CGS യൂണിറ്റിന് ഈസ്റ്റഡ് എന്ന പേര് നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു. അപ്പോൾ വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് ആദ്യമായി മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാണ് ആര്? ഈസ്റ്റഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ CGS യൂണിറ്റ് എന്താണ്? ഈസ്റ്റഡ് ആണ്. ഇനി നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് കിടക്കാം. ഇവിടെ നോക്കിയേ, നമുക്ക് 2 ഇലക്ട്രിക് സർക്യൂട്ടുകൾ തന്നിട്ടുണ്ട് അല്ലേ? 2 ഫിഗറിലായിട്ട് 2.3 Aയും Bയും. ഈ ഇലക്ട്രിക് സർക്യൂട്ടിൽ നമ്മൾ സ്വിച്ചുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഈ സർക്യൂട്ടിൻ്റെ താഴെ തന്നെ നീഡിൽ വെച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് നീഡിലാണത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈ നീഡിൽ നമുക്ക് കാണിച്ചു തരുന്നു. ഈ സർക്യൂട്ടിലെ AB എന്ന് പറയുന്ന പാർട്ട് ഉണ്ടല്ലോ, അത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതിയാവും. ഫിഗർ 2.3 Aയിൽ കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഫ്ലോ ചെയ്യുന്നു. അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് അവിടെ കറണ്ടിൻ്റെ ഫ്ലോ വരുന്നത് അല്ലേ? കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? പോസിറ്റീവ് ടു നെഗറ്റീവ്. അവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ താഴെയുള്ള മാഗ്നറ്റിക് നീഡിൽ നോക്കിയേ, നോർത്ത് ടു വെസ്റ്റ് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് നീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. എങ്ങോട്ടാണ്? നോർത്ത് ടു വെസ്റ്റ്. ഇവിടെ മാഗ്നറ്റിക് നീഡിലിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് മാഗ്നറ്റിക് നീഡിലിൻ്റെ ഡയറക്ഷൻ അല്ലേ? അപ്പോൾ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഫ്ലോ ചെയ്തപ്പോൾ മാഗ്നറ്റിക് നീഡിലും ഏത് ഡയറക്ഷനിൽ തന്നെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് നീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി ഫിഗർ 2.3 B നോക്കുക. അവിടെ മാഗ്നറ്റിക് നീഡിലിൻ്റെ റൊട്ടേഷനും കറണ്ടിൻ്റെ ഫ്ലോയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഫിഗർ 2.3 Bയിൽ കറണ്ട് പോസിറ്റീവ് ടു നെഗറ്റീവിലേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അവിടെ പോസിറ്റീവ് ടു നെഗറ്റീവ് ഫ്ലോ ചെയ്യുന്നത്. കറണ്ടിൻ്റെ ഡയറക്ഷൻ അവിടെ ഫിഗർ Aയിൽ നിന്ന് വ്യത്യാസപ്പെട്ടിട്ടുണ്ടല്ലേ? അപ്പോൾ കറണ്ടിൻ്റെ ഫ്ലോയ്ക്ക് അനുസരിച്ച് മാഗ്നറ്റിക് നീഡിലിൻ്റെ ഡയറക്ഷൻ എന്താ സംഭവിക്കുന്നത്? മാഗ്നറ്റിക് നീഡിൽ നോർത്തിൽ നിന്ന് ഈസ്റ്റേൺ ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ആരോ മാർക്ക് നോക്കി അവിടെ കൊടുത്തിരിക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ലേ കാണിച്ചിരിക്കുന്നത്? നോർത്ത് ടു ഈസ്റ്റിലേക്ക് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് നീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അവിടെ കറണ്ടിൻ്റെ ഫ്ലോയും മാഗ്നറ്റിക് നീഡിലിൻ്റെ റൊട്ടേഷനും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ്. ഇനി ഒരു ചോദ്യം കൊടുത്തിരിക്കുന്നത് നോക്കുക. വൈദ്യുത പ്രവാഹ ദിശ Aയിൽ നിന്ന് Bയിലേക്കാവുമ്പോൾ ചാലകത്തിലൂടെയുള്ള ഇലക്ട്രോണുകളുടെ പ്രവാഹം ഏതു ദിശയിലായിരിക്കും? എപ്പോഴും ഓർക്കുക, ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ് കറണ്ടിന് കാരണമാകുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു, ചാർജ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈമാണ് കറണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളാണ് കറണ്ടിൻ്റെ ഫ്ലോയ്ക്ക് കാരണമാകുന്നത്. അപ്പോൾ ഇലക്ട്രോൺ B ടു Aയിൽ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് കറണ്ട് A ടു Bയിലേക്ക് ഫ്ലോ ചെയ്യുന്നത്.
അപ്പോൾ ഇലക്ട്രോണിൻ്റെ ദിശ എങ്ങോട്ടാണോ, ഒഴുക്കിൻ്റെ ദിശ എങ്ങോട്ടാണോ അതിൻ്റെ എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോണുകളുടെ പ്രവാഹം ഏത് ദിശയിലായിരിക്കും? B to A ആയിരിക്കും. നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ടേബിളിലാക്കി നോക്കാം. ചാലകം കാന്ത സൂചിക്ക് മുകളിൽ, കറണ്ട് ഫ്ലോയിങ് കണ്ടക്ടർ ഇല്ലേ, അത് നമ്മൾ മാഗ്നറ്റിക് നീഡിലിൻ്റെ മുകളിലാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ കാന്തസൂചിയുടെ ഉത്തര ധ്രുവത്തിൻ്റെ ചലനദിശ പ്രദക്ഷിണ ദിശയായിരിക്കുമോ അപ്രദക്ഷിണ ദിശയായിരിക്കുമോ എന്നാണ് നമുക്ക് എഴുതേണ്ടത്. വൈദ്യുത പ്രവാഹ ദിശ എയിൽ നിന്ന് ബിയിലേക്കാകുമ്പോൾ കാന്തസൂചിയുടെ ഉത്തര ധ്രുവത്തിൻ്റെ ദിശ എന്ന് പറയുന്നത് അപ്രദക്ഷിണ ദിശയായിരിക്കും. രണ്ടാമത്തെ കേസ്, വൈദ്യുത പ്രവാഹം ബിയിൽ നിന്ന് എയിലേക്കാകുമ്പോൾ കാന്തസൂചിയുടെ നോർത്ത് പോളിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പ്രദക്ഷിണ ദിശയിലുമായിരിക്കും, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി നമ്മൾ ഈ കോമ്പസ് നീഡിൽ നമ്മൾ കൊണ്ടുവന്ന ആ ഇലക്ട്രിക് കണ്ടക്ടറിൻ്റെ, കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെക്കുകയാണ്. അതായത് ചാലകം കാന്തസൂചിയുടെ താഴെ വരത്തക്ക രീതിയിൽ കാന്തസൂചി നമ്മൾ എന്ത് ചെയ്യും? ആ കണ്ടക്ടറിൻ്റെ, ചാലകത്തിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? വൈദ്യുത പ്രവാഹ ദിശ എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ കാന്തസൂചിയുടെ ഉത്തര ധ്രുവത്തിൻ്റെ ചലനദിശ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും, അതായത് പ്രദക്ഷിണ ദിശയിലായിരിക്കും. ഇനി വൈദ്യുത പ്രവാഹ ദിശ ബിയിൽ നിന്ന് എയിലേക്കാണെങ്കിലോ കാന്തസൂചിയുടെ ഉത്തര ധ്രുവത്തിൻ്റെ ചലനദിശ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും, അപ്രദക്ഷിണ ദിശയിലായിരിക്കും. രണ്ട് ചോദ്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. കാന്തസൂചി വിഭ്രംശിക്കാനുള്ള കാരണം എന്തായിരിക്കും എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഒരു കാന്തിക മണ്ഡലം മറ്റൊരു കാന്തിക മണ്ഡലത്തിൽ ബലം പ്രയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിനു ചുറ്റിനും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. ഈ കാന്തിക മണ്ഡലവും കാന്തസൂചിക്ക് ചുറ്റുമുള്ള കാന്തിക മണ്ഡലവും തമ്മിലുള്ള പരസ്പര പ്രവർത്തന ഫലമായാണ് കാന്തസൂചി എന്ത് ചെയ്യുന്നത്? ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് അഥവാ വിഭ്രംശിക്കുന്നത്. ഇവിടെ നോക്കിയാൽ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉത്തരം, ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഡിഫ്ലക്ഷൻ്റെ ദിശ വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശയെ ആശ്രയിക്കുന്നുണ്ടോ? വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റിനും ഒരു കാന്തിക മണ്ഡലം രൂപം കൊള്ളുന്നുണ്ട്. ആ കാന്തിക മണ്ഡലത്തിൻ്റെ ഡയറക്ഷൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റും അവയുടെയൊക്കെ പ്രോപ്പർട്ടീസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ, മനസ്സിലായി എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്